ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തന്നിൽ വിളങ്ങിയിരുന്നത് തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉള്ളം നൊന്ത് ഹൃദയം നുറുങ്ങി തേങ്ങിയ 3 സന്ദർഭങ്ങളെക്കുറിച്ചാണ്. അത് തൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ആണ്. അതിൽ ആദ്യത്തേത് ലാസറിൻ്റെ കല്ലറയ്ക്കലാണ്. യേശു കണ്ണുനീർ വാർത്തതിനാൽ തനിക്ക് ലാസറിനോടുള്ള സ്നേഹം യഹൂദന്മാർ മനസ്സിലാക്കി. അവരുടെ ചിന്താഗതി ശരി തന്നെ, മനുഷ്യർക്ക് അത്രയേ മനസ്സിലാവൂ. എന്നാൽ ഒരു ബൈബിൾ വിശ്വാസിക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകത്തക്ക നിലയിൽ വിവരണം ബൈബിൾ നൽകുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അത് വായിക്കുന്നും ഉണ്ട്. ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും ലാസറിൻ്റെ രോഗവിവരം യേശുവിനെ അറിയിച്ചു. 4-ാം വാക്യത്തിൽ യേശു അത് കേട്ടിട്ട് പറഞ്ഞത്, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഇതേ പുസ്തകം 9-ന്റെ 3-ാം വാക്യത്തിലും ഇതേ ആശയം വെളിപ്പെടുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു നടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ഒരു സംശയം ചോദിച്ചു. റബി, ഈ മനുഷ്യൻ കുരുടനായി പിറക്കുവാൻ കാരണം ആര് പാപം ചെയ്തിട്ടാണ്? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? അതിന് യേശു മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇങ്ങനെ സംഭവിച്ചത്, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്ന് പറഞ്ഞു. ഈ മറുപടിയിലൂടെ വെളിപ്പെട്ടു വരുന്ന സത്യം, ദൈവപ്രവൃത്തിയും ദൈവശക്തിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം എന്നുണ്ടെങ്കിൽ നാം ചില ഒറ്റയടി പാതയിലൂടെ നടത്തപ്പെടണം. ആ സന്ദർഭങ്ങളിൽ തളർന്നു പോകാതെ ദൈവപ്രവൃത്തി കാണുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും, നിശ്ചയം. തുടർന്ന് യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. കുരുടനായ ഒരുവന് കാഴ്ച നൽകിക്കൊണ്ട് അത് തെളിയിച്ചു എന്ന് മാത്രമല്ല, ഔഷധപ്രയോഗം താൻ വിലക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുപ്പലുപയോഗിച്ച് ചേറുണ്ടാക്കി കുരുടൻ്റെ കണ്ണിൽ പുരട്ടി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു, കാഴ്ച പ്രാപിച്ചു. യാക്കോബിൻ്റെ ലേഖനം 5-14 നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഔഷധപ്രയോഗം ഇവിടെയും കാണാം. യെശയ്യാവിൻ്റെ പുസ്തകം 38-ന്റെ 1 മുതൽ വായിച്ചാൽ ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗവും അതേ തുടർന്ന് യെശയ്യാ പ്രവാചകൻ ചെന്ന് രാജാവുമായി സംസാരിക്കുന്നതും കാണുന്നു. രാജാവ് അനുതപിച്ച് മനം തിരിയുകയും തൽഫലമായി രാജാവിൻ്റെ ആയുസ് 15 വർഷം കൂടി നീട്ടിക്കിട്ടുകയും ചെയ്തു. കൊട്ടാര വൈദ്യന്മാരെല്ലാം പരാജയപ്പെട്ട സ്ഥാനത്ത് രാജാവിൻ്റെ ദേശത്തു തന്നെ ഉള്ള ഔഷധം തന്നെ ഉപയോഗിച്ച് സൗഖ്യം വരുത്തി. അത്തിപ്പഴക്കട്ട അരച്ച് പരുവിലിടുവാൻ പ്രവാചകൻ കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു, സൗഖ്യവും ലഭിച്ചു. സ്തോത്രം. നമ്മുടെ തൊടിയിലും ചുറ്റുപാടുകളിലുമായി കാണപ്പെടുന്ന ഔഷധച്ചെടികൾ കണ്ടില്ല എന്ന് നാം നടിക്കരുത് എന്ന ബുദ്ധിയുപദേശവും ഇവിടെയുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നു, പ്രാർത്ഥന ഫലിക്കുന്നു, ഔഷധം ആശ്വാസമാകുന്നു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ സംഭവിച്ചതും ഈ ദൈവശക്തിയുടെ വെളിപ്പാടാണ്. ആ സംഭവസ്ഥലത്ത് വെച്ച് യേശു പറഞ്ഞത് ശിഷ്യന്മാർ അവർക്കോ യഹൂദന്മാർക്കോ മനസ്സിലായില്ല. മരണമെന്ന നിദ്രയെക്കുറിച്ച് യേശു പറഞ്ഞു. ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ചാണ്. ലാസർ അന്നു തന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് യേശു പറഞ്ഞത്. മാർത്ത പറഞ്ഞത് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് യേശു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇതൊന്നും നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് മാർത്ത പറഞ്ഞ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ്. ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീയാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറ് അഞ്ഞാഴി
എന്ന് പറഞ്ഞതുപോലെയുള്ള മറുപടിയാണ് ഇവിടെ നാം കേൾക്കുന്നത്. ചോദ്യത്തിന് വേണ്ടതായിരിക്കുന്ന ഉത്തരമല്ല ലഭിച്ചത്. പഠിച്ചു വച്ചിരിക്കുന്നത് പറയുന്നു എന്ന് മാത്രം. പറഞ്ഞതൊന്നും വിശ്വാസമായി അവരിൽ പരിണമിച്ചില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അനുഭവമല്ല അവർക്കുള്ളത് എന്ന് 39-ാം വാക്യത്തിൽ നിന്ന് തെളിയുന്നു. കർത്താവ് ലാസറെ ഉയർപ്പിക്കുവാൻ കല്ലറയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ മാർത്ത വിലക്കുന്ന സ്വരത്തിലാണ് പറയുന്നത്, കർത്താവെ, നാറ്റം വെച്ചിട്ടുണ്ടാകും, അടക്കിയിട്ട് 4 ദിവസമായി, അതിനാൽ കല്ലറ തുറന്ന് ഇവിടെ നാറ്റിക്കരുതേ എന്നാണ് മാർത്തയുടെ അപേക്ഷ. കഴിഞ്ഞ നിമിഷത്തിൽ പറഞ്ഞതൊന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവയല്ല എന്ന് സാരം. കൂടി നിന്നവർ യേശുവിൻ്റെ കണ്ണീർ കണ്ട് വിചാരിച്ചത് ലാസർ മരിച്ചുപോയ ദുഃഖം സഹിക്കാനാവാതെ കരയുകയാണ് എന്നത്രേ. അവർ പറഞ്ഞത് 37-ാം വാക്യത്തിലുണ്ട്, കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവന് ലാസറിനെ ഭേദമാക്കി ജീവനോടെ ഇരുത്തുവാനായിട്ട് കഴിയുമായിരുന്നില്ലേ? പരിഹാസത്തിൻ്റെ ചുവയുള്ള ചോദ്യം. ഇതെല്ലാം കണ്ടും കേട്ടും യേശുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോയതിൽ അതിശയിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞതൊന്നും ഇവരുടെ ഹൃദയത്തിൽ തട്ടിയില്ലല്ലോ, അഥവാ അവർ വിശ്വസിക്കാൻ ഇടവന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവിടുന്ന് കണ്ണീർ വാർത്തുപോയി എന്ന് ചിന്തിച്ചാലും തെറ്റില്ല. അല്ലാതെ യഹൂദന്മാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചതുകൊണ്ട് തേങ്ങലും കരിച്ചിലും കൂടും എന്നല്ലാതെ ദൈവനാമത്തിന് മഹത്വമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ മുതലെടുത്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുകളും സന്ദർഭം കൊഴുപ്പിക്കുവാൻ വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വാദ്യ ഉപകരണങ്ങൾ കൂടി അത് വെച്ചിട്ട് കരയണമോ അതോ വായ് കൊണ്ട് കരയണമോ? പണ്ട് നിലവിലുണ്ടായിരുന്ന വിലാപക്കാരെ അനുസ്മരിക്കുന്ന ചടങ്ങുകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. തുക അടച്ച റെസിപ്റ്റ് കൈപ്പറ്റുകയേ വേണ്ടൂ, ബാക്കിയെല്ലാം അവർ നോക്കിക്കൊള്ളും. മത്തായി സുവിശേഷം 23-37 വാക്യത്തിൽ യെരൂശലേമിനെ നോക്കി വിലപിക്കുന്ന കർത്താവിനെ കാണുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞ് തേങ്ങുന്ന യേശുവിനെ നാം കാണുന്നു. എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന വിലാപം ഹൃദയഭേദകമാണ്. ഇന്ന് കർത്താവ് സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെയും ലോകസംഭവങ്ങളിലൂടെയും പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും മാരക രോഗങ്ങളിലൂടെയും വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം അവസാനിക്കാറായിരിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ ഒരുക്കമാണ്, കടന്നു വരിക എന്നുള്ള ആഹ്വാനമാണ് ദിനേന കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ദിവസങ്ങൾ നീണ്ടു പോകുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-9-10 വാക്യങ്ങൾ ഉത്തരം തരുന്നുണ്ട്. ചിലർ താമസിക്കുമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുകയില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ താൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത് ഏത് സമയമെന്ന് അറിയാകിയാൽ എല്ലാവരും ഒരുങ്ങിയിരിപ്പാനുള്ള ഭയനിർദ്ദേശമാണ് അവിടെ നൽകുന്നത്. മത്തായി സുവിശേഷം 27-46 എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശുവിൻ്റെ നിലവിളി കേൾക്കുന്നു. മനുഷ്യൻ്റെ എക്കാലത്തെയും അറിവ് ദൈവം നല്ലവനാണ് എന്നുള്ളത് തന്നെ. അത് അങ്ങനെ തന്നെയാണ് താനും. നല്ലവനായ ദൈവം മനുഷ്യൻ്റെ എല്ലാ പാപവും ക്ഷമിച്ചുകൊള്ളും എന്ന അറിവിലാണ് മനുഷ്യർ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്. മതങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കുംഭസാരത്തിലൂടെയും കൂദാശാദി കർമ്മങ്ങളിലൂടെയും പാപമോചനം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ കൂടുതൽ അപകടത്തിലാക്കുന്നു. വിളക്കുവെട്ടം കണ്ട് ആകൃഷ്ടരായി പറന്നെടുക്കുന്ന ഈയാമ്പാറ്റകൾ ആ ജ്വാലയാൽ ചിറകുകരിഞ്ഞ് നിലത്ത് വധിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെയും മതത്തിൻ്റെയും ധാടി മോടികൾ കണ്ട് ആകർഷരായി പറന്നെടുക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ചിറകരിഞ്ഞ് നരകത്തിലേക്ക് കൂപ്പുകൂത്തുന്ന ദിവസമുണ്ട്. ദൈവം എല്ലാം ക്ഷമിക്കും എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നവർ നരകത്തിലേക്ക് പതിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ,
എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ എന്ന്. അന്ന് ആ ചോദ്യം ശൂന്യതയിൽ പ്രതിധ്വനിക്കും. ഉത്തരം ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞ രക്തം മൂലം നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. നിങ്ങൾ നിലവിളിക്കേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തു ആ നിലവിളി ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട്, ആ സത്യത്തെ വിശ്വസിച്ചുകൊണ്ട്, വായുകൊണ്ട് ഏറ്റുപറയുകയും യേശുക്രിസ്തുവിനായിട്ട് ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കും. സമാധാനമുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ഇടവരും. നിത്യതയിൽ ദൈവമായ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യാം. അതിന് ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.